നമസ്കാരം. അയോധ്യയുടെ അധിപനായിരുന്ന അദ്വാനിക്ക് അതേ വിഷയത്തിൽ ഒടുവിൽ അടിയറവ്. അലഹബാദ് ഹൈക്കോടതിയുടെ വിധി റദ്ദാക്കിയാണ് അദ്വാനിക്ക് മേൽ സുപ്രീം കോടതി ഗൂഢാലോചന കുറ്റം ചുമത്തിയത്. വിചാരണ നേരിടാൻ വിഷമമില്ലെന്ന് അദ്വാനി തന്നെ അറിയിച്ചിരുന്നു. അദ്വാനി അനുവദിച്ചു നൽകേണ്ട ആനുകൂല്യമല്ല ഇനിയത്. 1000-ഓളം പേരുടെ അന്തകനായിരുന്നില്ല എന്ന് തെളിയിക്കേണ്ട നിയമപരമായ ബാധ്യതയാണ് അദ്വാനിക്ക് ഇനിയത്. അദ്വാനി മാത്രമല്ല പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. മുരളി മനോഹർ ജോഷി, ഉമാ ഭാരതി, കല്യാൺ സിംഗ്, വിനയ് കത്യാർ, അങ്ങനെ കത്തിവേഷങ്ങൾ എന്ന കുറ്റപ്പെടുത്തലുകൾ കേട്ടവരെയാണ് വിചാരണ കോടതി കാത്തിരിക്കുന്നത്. അദ്വാനിയുടെ രാഷ്ട്രപതി മോഹമാണ് സുപ്രീം കോടതി തല്ലിക്കെടുത്തിയത്. മുരളി മനോഹർ ജോഷിയുടെ ഉപരാഷ്ട്രപതി മോഹവും. മാർഗദർശക് മണ്ഡലിൽ തന്നെ തുടർന്നും ഇരുന്നോളൂ എന്ന് പറയാൻ മോദിക്ക് കിട്ടി ഒരവസരം കൂടി. അദ്വാനിയെ അടക്കിയിരുത്തിയെന്ന ആനന്ദം മാത്രമല്ല ഇന്നത്തെ കോടതി വിധി മോദിക്ക് നൽകിയത്. ഒഴിയാൻ കഴിയാത്ത തലവേദനകളും ഒളിഞ്ഞിരിപ്പുണ്ട് കോടതി വിധിയിൽ. ഉമാഭാരതിയെ ഉന്നം വെച്ചുയർന്നു തുടങ്ങുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് മോദി തന്നെ. പ്രതിസ്ഥാനത്തുള്ള ഉമാഭാരതിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കേണ്ടേ? ഗവർണറായി തുടരാൻ കല്യാൺ സിംഗിനെ അനുവദിക്കാമോ? കോടതിയുടെ ഉത്തരവ് ഉത്തമ ബോധ്യത്തോടെ മനസ്സിലാക്കിയാൽ മോദിക്ക് കിട്ടും അതിനുള്ള ഉത്തരം. അയോധ്യയിലേക്ക് നാളെ തന്നെ പോകുമെന്ന് ഉമാഭാരതി പറയുന്നു. രാമന്റെ അനുഗ്രഹം തേടാൻ അടിയന്തര യാത്ര നടത്തുന്നത് മന്ത്രിക്കുപ്പായത്തിന്റെ മാറ്റുപോകാതിരിക്കാനാണ്. രാമന്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മോദിക്ക് നിഗ്രഹിക്കാൻ കഴിയുമോ ഉമയെ? അയോധ്യ യാത്രയിൽ അങ്ങനെയൊരു അതിബുദ്ധിയുണ്ട്. 25 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു ഗൂഢാലോചന കുറ്റത്തിന്റെ നിലനിൽപ്പ് ബോധ്യപ്പെടാൻ. ആ പിഴവ് തീർക്കാനും സുപ്രീം കോടതി പോംവഴി കണ്ടു. 2 വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണം എന്ന് വെച്ചാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ നിൽക്കുമ്പോൾ അയോധ്യയിലൂടെ ലാഭം മാത്രം നേടിയവർക്ക് അയോധ്യയിലൂടെ തന്നെ അടിതെറ്റുമോ എന്ന സംശയമുയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. അദ്വാനി അടക്കമുള്ളവർക്കെതിരെയുള്ള കോടതി വിധി BJPയുടെ തനിനിറം തുറന്നു കാട്ടുന്നതോ? 2. ഗൂഢാലോചന കുറ്റം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നത് മോദി നടത്തിയ കരുനീക്കമോ? 3. പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഉമാഭാരതിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഉടൻ നീക്കേണ്ടേ? 4. ബാബറി മസ്ജിദ് തകർത്തപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന കല്യാൺ സിംഗിന് ഗവർണറുടെ പരിരക്ഷ കിട്ടാൻ അവകാശമുണ്ടോ? 5. വിഭജനത്തിന് ശേഷം കണ്ട കൂട്ടക്കുരുതിയുടെ ഇരകൾക്ക് കോടതിയിൽ നിന്ന് കിട്ടിയത് വൈകിയെത്തിയ നീതിയോ? 6. 2 വർഷത്തിനകം വിചാരണ പൂർത്തിയാകുന്നത് വഴി അയോധ്യ പ്രശ്നമാകുമോ അടുത്ത തെരഞ്ഞെടുപ്പിലും നിർണായകം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. അയോധ്യയിൽ അടിതെറ്റിയതാർക്ക് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ AICC വക്താവ് ടോം വടക്കൻ, നിയമവിദഗ്ധൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, BJP വക്താവ് JR പത്മകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ MN കാരശ്ശേരി എന്നിവർ. ET മുഹമ്മദ് ബഷീർ MP ടെലിഫോൺ ലൈനിലും ഈ ചർച്ചയിൽ പങ്കെടുക്കും. അതിഥികളിലേക്ക് പോകും മുൻപ് 1.5 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള.